ഹായ് ഗൈസ്, എൻ്റെ പേര് അശ്വിൻ. ഈ വീഡിയോ എങ്ങനെയാണ് ഓട്ടോകാഡിൽ ലൈൻ വരയ്ക്കുക എന്നതിനെക്കുറിച്ചാണ്. അതിനായി ഓട്ടോകാഡ് എടുക്കണം. കേസ് അതിൽ സ്റ്റാർട്ട് ഡ്രോയിങ്ങിൽ നമ്മൾ ടെംപ്ലേറ്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് AutoCAD DWT ആണ്. ഓക്കെ, ലൈൻ വരയ്ക്കാൻ ഇവിടെ ലൈൻ ടൂളുണ്ട്. പക്ഷേ ഈ ടൂൾ വെച്ച് നമുക്ക് ഇഷ്ടംപോലെ ലൈൻ വരയ്ക്കാം. ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നത് കൊണ്ട് ഇതിൻ്റെ ഡയമെൻഷൻസോ ആംഗിളോ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് ഓട്ടോകാഡിൽ 4 തരത്തിൽ ലൈൻ വരയ്ക്കാൻ പറ്റും. ഒന്നാമത്തത് ആബ്സൊല്യൂട്ട് കോർഡിനേറ്റ് ഓപ്ഷനാണ്. അതിന് നമ്മൾ ലൈൻ കമാൻഡ് ചൂസ് ചെയ്യുക. ഈ താഴത്തെ ഈ ബാറുണ്ട്, അത് കമാൻഡ് ബാർ. അവിടെ പോയി നമ്മൾ ഫസ്റ്റ് ലൈനിൻ്റെ കോർഡിനേറ്റ്സ് കൊടുക്കുക. ഫസ്റ്റ് ലൈനിൻ്റെ കോർഡിനേറ്റ്സ് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള കോർഡിനേറ്റ് കൊടുക്കാം. 20,20 കൊടുക്കാം. അപ്പോൾ 20 ഇപ്പോൾ സ്നാപ്പാണ്. 20 സ്നാപ്പായിട്ട് നമുക്ക് അടുത്ത കോർഡിനേറ്റ്സ് എവിടെയെന്ന് വെച്ചാൽ അവിടെ കൊടുക്കാം. അപ്പോഴത്തേക്ക് അത് പിന്നെയും പോയി അവിടെ തന്നെ പിന്നെ സ്നാപ്പാണ്. 50,30 കൊടുക്കാം. അപ്പോൾ 50-30 സ്നാപ്പായി. ഇതാണ് ആബ്സൊല്യൂട്ട് കോർഡിനേറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് റിലേറ്റീവ് കോർഡിനേറ്റ് ഓപ്ഷനാണ്. ക്ലിയർ ചെയ്യാം. റിലേറ്റീവ് കോർഡിനേറ്റ് ഓപ്ഷനിലും സെയിം ലൈൻ ടൂൾ എടുക്കുക. നമ്മൾ ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. 10,20 10-20 സ്നാപ്പായി. അടുത്ത നമ്മുടെ പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്ന മുമ്പ് നമ്മൾ @ സിമ്പിൾ കൊടുക്കുക. @ സിമ്പിൾ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് പറയുമ്പോൾ നമ്മുടെ ഈ ഒറിജിൻ ഷിഫ്റ്റായി നമ്മൾ നേരത്തെ കൊടുത്ത 10-20 എന്ന പോയിന്റിലേക്ക് ഒറിജിൻ ഷിഫ്റ്റ് ആവും. അപ്പോൾ അടുത്ത് നമ്മൾ അടുത്ത് നമ്മളൊരു 40-20 കൊടുക്കുകയാണെങ്കിൽ അത് ആക്ച്വലി ഇത് ഒറിജിനാക്കി ഈ പോയിന്റ് ഒറിജിനായിരുന്നിട്ട് അവിടെ നിന്ന് 40-20 ആയിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 40 ഈ ഒരു എക്സാമ്പിൾ 0-0 കൊടുത്താൽ 0-0 കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ നിന്ന് തിരിച്ച് ഒറിജിനിലേക്ക് വരണം. പക്ഷെ അത് വരില്ല. കാരണം ഒറിജിൻ @ കൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഒറിജിൻ ഷിഫ്റ്റ് ആവും. ഇപ്പോൾ ഒറിജിൻ ഇവിടെയാണ്, ഈ പോയിൻ്റാണ് ഒറിജിൻ. അപ്പോൾ നമ്മൾ 0-0 കൊടുക്കുമ്പോൾ ഒരു ലൈൻ ക്രിയേറ്റ് ആവാൻ പാടില്ല. ഷിഫ്റ്റ് 0 കണ്ടില്ല, കമാൻഡ് ബാറിൽ എഴുതി കാണിക്കും 0 ലെങ്ത് ലൈൻ ക്രിയേറ്റഡ്. 0 ലെങ്ത്തുള്ള ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു വെച്ചാൽ ആ പോയിന്റിൽ തന്നെ നിൽക്കുക, അതാണ് ഒറിജിൻ ആയിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ, റിലേറ്റീവ് കോർഡിനേറ്റ്. അടുത്ത് മൂന്നാമത്തേന്ന് പറയുന്നത് പോളാർ കോർഡിനേറ്റ് ആണ്. അതിനായി ലൈൻ ടൂൾ എടുക്കുക. ഓക്കെ, ഈ പോളാർ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലൈൻ പർട്ടിക്കുലർ ആംഗിളിൽ വരയ്ക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ ഏതാണോ അതും കൂടെ നമുക്ക് ചൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. നേരത്തെ രണ്ട് വരച്ചതിലും നമ്മൾ കോർഡിനേറ്റ് സ്പെസിഫൈ കൊടുത്തിട്ടാണ് ലൈൻ വരച്ചത്. ഇതിൽ ആംഗിളും കൂടെ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. അതിന് ഫസ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് 30,30 കൊടുക്കാം. 30 സ്നാപ്പായി. ഇതിലും @ കൊടുക്കണം കേട്ടോ. @ കൊടുക്കുമ്പോൾ ഒറിജിൻ ഷിഫ്റ്റ് അടുത്ത് വരും. അപ്പോൾ അടുത്ത പോയിന്റ് കൊടുക്കുമ്പോൾ ഇതായിരിക്കും ഒറിജിനായിട്ട് വരുന്നത്. അപ്പോൾ ലെങ്ത് നമ്മൾ നോക്കി ചെയ്യേണ്ടി വരും. @50 കൊടുക്കുക. പിന്നെ ആംഗിളിന് മറ്റേ > സിമ്പിളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഏത് ആംഗിളാണോ വേണ്ടത് ആ ആംഗിൾ ടൈപ്പ് ചെയ്യുക. ഒരു 60 കൊടുക്കുക അല്ലേ. ഇത് ഒറിജിൻ ആയിക്കൊണ്ട് 50 ലെങ്ത്തുള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അത് 60° ആംഗിളാണ് വരച്ചിരിക്കുന്നത്. ഒന്നും കൂടെ നോക്കാം. ലൈൻ ടൂൾ എടുക്കുക. ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അടുത്ത പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്നപ്പം ഒരു ആംഗിൾ കൂടെ സ്പെസിഫൈ ചെയ്താൽ മതി. ഷിഫ്റ്റ് @20° കൊടുക്കാം. 20° സ്നാപ്പായി. ഇതാണ് പോളാർ കോർഡിനേറ്റ് ഓപ്ഷൻ. അടുത്ത ഡയറക്റ്റ് ഡിസ്റ്റൻസ് എൻട്രി ആണ്. ഇതിന് വേണ്ടി നമ്മൾ ഓർത്തോ മോഡ് ഓണാക്കണം. ഈ മെനു ഇതിൽ പോയാൽ ഓർത്തോ മോഡ് എന്നാണ് കണ്ട, ഇത് ഓണാക്കിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 90° മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ,
ഇഷ്ടംപോലെ 90 ഡിഗ്രി നിങ്ങൾക്കൊരു പടത്തിൽ ഡ്രോയിങ്ങിൽ വരയ്ക്കാനുണ്ടെങ്കിൽ ഇത് ഓണാക്കിയിടുന്നതാണ് നല്ലത്. പിന്നെ ഈ ഡൈനാമിക് ഇൻപുട്ടും കൂടെ ഓണാക്കിയിടുന്നത് നല്ലതായിരിക്കും. ലൈൻ ടൂൾ എടുക്കുക. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇത് സ്നാപ്പ് ആവുന്നതിൻ്റെ കാരണം നമ്മൾ ഓർത്തോ മോഡ് ഓൺ ആക്കിയിട്ടിരിക്കുന്നത് എന്താണ്, അടുത്ത നിങ്ങൾക്ക് ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്തെ ഡയറക്ഷൻ നിങ്ങൾക്ക് 90 ഡിഗ്രി മാത്രമേ ലൈൻ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ 90 ഡിഗ്രിയിൽ സ്നാപ്പ് ആവുന്നത്. അപ്പം നമ്മളിനി ഒരു വാല്യൂ കൊടുത്താൽ മതി ലൈനിൻ്റെ. നമ്മൾ 30 അടിക്കുക, അപ്പം 30 പോയി നിൽക്കും. കണ്ടില്ലേ? അടുത്ത് നമ്മളൊരു മുകളിലോട്ട് നമ്മളൊരു 40 വാല്യൂ കൊടുത്താൽ 40 പോയി സ്നാപ്പ് ആവും. ഇവിടെ ഒരു 50 കൊടുത്താൽ 50 സ്നാപ്പ് ആവും. ഓക്കെ, അത്രയേ ഉള്ളൂ. 4 ഓപ്ഷൻസ് AutoCAD ലൈൻ വരയ്ക്കുന്നത്: absolute coordinate option, relative coordinate option, polar coordinate option, and direct distant entry method. Okay, thank you.